ഹായ് ഹലോ കൂട്ടുകാരെ, ഞങ്ങളുടെ ചെറിയൊരു മൂന്നാർ വിശേഷം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ രാവിലെ 8:30 ആയപ്പോൾ ഇവിടുന്ന് യാത്ര പുറപ്പെടാനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി ഞങ്ങൾ മൂന്നാറിലേക്ക് യാത്ര ചെയ്തു. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് പോയത്. എങ്കിൽ തന്നെയും ഞങ്ങളൊരു ഹോട്ടൽ കണ്ടപ്പോൾ കയറി മസാല ദോശയും ചായയൊക്കെ കഴിച്ചു. മസാല ദോശ എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡാണ്. അതുകൊണ്ട് എനിക്ക് മസാല ദോശയാണ് ഇഷ്ടം. നമ്മൾ യാത്ര പോകുമ്പോഴൊക്കെ ലൈറ്റായിട്ടുള്ള ഫുഡുകളൊക്കെ കഴിക്കുന്നതാണ് നല്ലത്. അതിനാണ് ഞങ്ങൾ രാവിലത്തേതായ ബ്രേക്ക്ഫാസ്റ്റ്, നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുടക്കാൻ പറ്റത്തില്ലല്ലോ, അത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര പുറപ്പെട്ടു. ഇടയ്ക്ക് ഞങ്ങൾ റീലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, യാത്രയുടെ വിശേഷങ്ങൾ ഇടയ്ക്ക് ലൈവിൽ വന്നു. അപ്പോൾ ആരും തന്നെ ഇല്ലായിരുന്നു, എങ്കിൽ തന്നെയും അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു യാത്ര. ഞങ്ങളൊരു ഏകദേശം 1 മണി 1:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ മൂന്നാറിൻ്റെ ഭാഗത്തോട് അടുക്കാറായി. ഞങ്ങൾ ആനിച്ചാൽ എന്നൊരു സ്ഥലത്താണ് റിസോർട്ട് എടുത്തത്. ചോറൊക്കെ പൊതിഞ്ഞാണ് കൊണ്ടുപോയത്. ചോറ് പൊതിഞ്ഞ് കൊണ്ടുപോയെന്ന് വെച്ചാൽ വഴിക്ക് എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാമെന്നുള്ള ഇതിലാണ് പോയത്. പക്ഷേ വഴിക്കൊന്നും കഴിക്കാനായിട്ടുള്ള സ്പേസ് അങ്ങനെ കണ്ടില്ല. ഈ വളവും ഒക്കെയുള്ള റോഡുകളല്ലേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഏതായാലും ഇനിയിപ്പം റിസോർട്ടിൽ ചെന്നിട്ടിരുന്ന് കഴിക്കാമെന്ന് ഓർത്തു. ഞങ്ങൾ സ്വസ്ഥമായിട്ട് റിസോർട്ടിലിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. റിസോർട്ട് ആനച്ചാലിലാണ് ഞങ്ങളെടുത്തെന്ന് ഞാൻ പറഞ്ഞില്ല. അവിടെ ചെന്നു. നമുക്ക് ഫുൾ സൗകര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. നല്ല റിസോർട്ടായിരുന്നു. ആ റിസോർട്ട് ഞങ്ങളങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടൊക്കെ നിന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് മാങ്കുളം ആനക്കുളമൊക്കെ പോകാനായിട്ട് തീരുമാനിച്ചു. ആനക്കുളത്ത് പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ കാട്ടാനകൾ കൂട്ടത്തോടെ ഇറങ്ങി വരും. അത് ഇറങ്ങി വരുന്ന കാഴ്ചയൊക്കെ നല്ല രസമാണ് കാണാനായിട്ടുള്ളത്. കാടൊക്കെ ഇങ്ങനെ നല്ലതായിട്ട് ഭയങ്കര ഇലയെല്ലാം ഭയങ്കര ഇളക്കത്തോടു കൂടിയൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷെ ഞങ്ങൾ അന്ന് ചെന്ന ദിവസവും പിറ്റേ ദിവസമൊന്നും ആനകൾ വന്നിട്ടില്ലായിരുന്നു. ഒരു ഒറ്റയാന കണ്ട് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ അവിടെ നിന്നുള്ള വീഡിയോ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. ഇങ്ങനെയാണ് ആനകൾ കൂട്ടത്തോടെ വരുന്നത്. ആന വരുന്ന സമയമാകുമ്പോഴത്തേന് അവിടുത്തെ ഗാർഡുകൾ നമ്മളെ ഇപ്പുറത്തോട്ട് അവിടുന്ന് ഈ വെള്ളത്തിൽ വന്നവർ കുളിച്ച് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെയാണ് വരുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. തിരിച്ച് ഞങ്ങൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു 7 മണി വരെയൊക്കെ നിന്നു. പക്ഷേ ആന അന്നേരം ഒന്നും വന്നില്ല. അന്ന് റിപ്പബ്ലിക് ഡേ ഒക്കെ അല്ലായിരുന്നു. അപ്പം ആൾക്കാർ പറഞ്ഞു ആളൊക്കെ അനക്കമുള്ളതുകൊണ്ടായിരിക്കും വരാത്തതെന്ന് ഓർത്ത് അങ്ങനെ നിന്ന്. പിന്നെ ഞങ്ങൾ തിരിച്ച് അവിടെ വന്നു. ഇടയ്ക്ക് വെച്ച് വലിയൊരു ബ്ലോക്കിൽ പെട്ടു. KSRTC ബസ്സുകൾ ബ്ലോക്കായി അതിൻ്റെ ബ്രേക്കൊക്കെ ഒടിഞ്ഞു പോകുക മറ്റും ചെയ്ത് അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ തിരിച്ച് വന്ന് നൈറ്റ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പ്രഭാതത്തിൽ രാവിലെ ഞങ്ങൾ KSRTCക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ KSRTCയിൽ വന്ന് അവിടെ രാവിലെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ KSRTCയിലെ ഡബിൾ ഡെക്കർ ബസ്സിൽ ബാക്കി യാത്രാ വിശേഷങ്ങൾ അടുത്ത വീഡിയോ. നല്ല രസമായിരുന്നു. തുടർന്നുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. ശരി, ബായ്.